ന്യൂക്ലിക് ആസിഡിൻ്റെ സ്ട്രക്ചർ നോക്കാം. നമ്മൾ പറഞ്ഞു അതിൽ നൈട്രോജനസ് ബേസ് ഉണ്ട്, ഒരു പെൻറ്റോസ് ഷുഗർ ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്. ഈ മൂന്നെണ്ണവും എങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ നമുക്കറിയാം എന്തൊക്കെയാണുള്ളത്. ഒരു പെൻറ്റോസ് ഷുഗർ യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ട്, പിന്നെ അതുപോലെ ഫോസ്ഫോറിക് ആസിഡ് H3PO4 ഫോസ്ഫോറിക് ആസിഡ് മോളിക്യൂളും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു പെൻറ്റോസ് ഷുഗർ യൂണിറ്റും അതുപോലെ തന്നെ നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ബേസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ് ഒരു ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ 2 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? പെൻറ്റോസ് ഷുഗറും നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ബേസും. ഈ പെൻറ്റോസ് ഷുഗറിൻ്റെ ഫസ്റ്റ് കാർബണിലേക്ക് നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ബേസ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറാണ് ന്യൂക്ലിയോസൈഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും അതേ കുറേ കാർബൺ ഉള്ളൊരു കോമ്പൗണ്ടാണ്, ഷുഗറും അതേ കാർബൺ ഉള്ള കോമ്പൗണ്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കാർബണെ 1 ബാർ 2 ബാർ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കാർബൺ ആറ്റത്തിനെ നമുക്ക് മുകളിലൊരു പ്രൈം ഇട്ടിട്ട് അല്ലെങ്കിൽ 1 എന്നുള്ള ഇങ്ങനെയുള്ള നമ്പറിങ് ഉപയോഗിക്കാം. ഓക്കെ, അതായത് ഫസ്റ്റ് 1 പൊസിഷനിൽ ഒരു നൈട്രോജീനിയസ് ബേസ് അറ്റാച്ച് ചെയ്തിട്ട് ഷുഗറിൻ്റെ 1 പൊസിഷനിൽ നൈട്രോജീനിയസ് ബേസ് അറ്റാച്ച് ചെയ്തിട്ട് കിട്ടുന്നതാണ് ഒരു ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയുള്ള ഒരു ന്യൂക്ലിയോസൈഡിൻ്റെ ഈ പൊസിഷൻ 6th പൊസിഷനിൽ എന്തുണ്ട്? ഒരു ഫോസ്ഫോറിക് ആസിഡ് മോളിക്യൂൾ വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡ് അപ്പോൾ എങ്ങനെയാണ് ഫോസ്ഫോറിക് ആസിഡ് മോളിക്യൂൾ അറ്റാച്ച് ചെയ്യാൻ നോക്കാം. ഇവിടുന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകും. ഇവിടുന്ന് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയത്? ഇവിടുന്ന് വാട്ടർ മോളിക്യൂൾ പോയി H2O പോയി. അപ്പോൾ ഇവിടെ എന്താണ്? CH2, ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, ഇങ്ങനെ കണക്റ്റഡായി. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഇത്തരം അനവധി ന്യൂക്ലിയോടൈഡ് യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പറയാം ന്യൂക്ലിക് ആസിഡ്സ് ആർ പോളിന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിക് ആസിഡ്സ് ആർ പോളിന്യൂക്ലിയോടൈഡ്സ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ന്യൂക്ലിയോടൈഡുകൾ ഫോം ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഷുഗറിൻ്റെ ഇപ്പുറത്തെ പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഒരു അടുത്ത ന്യൂക്ലിയോടൈഡ് മോളിക്യൂളിൻ്റെ ഈ പൊസിഷനിൽ 3' പൊസിഷനിൽ OHും അതുപോലെ തന്നെ ഇതേപോലെയുള്ള ഒരു ലിങ്കേജ് ഇവിടെ ഫോം ചെയ്യും. അതുപോലെ തന്നെ ഇപ്പുറത്തെ പൊസിഷനിലും അതെ, ഈ പൊസിഷനിലും ഒക്കെ അടുത്ത ന്യൂക്ലിക് ആസിഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് പോളിന്യൂക്ലിയോടൈഡ് ബോണ്ടുകൾ ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദീസ് പോളിന്യൂക്ലിയോടൈഡ്സ് ആർ ഫോംഡ് ബൈ ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ്. ഇവിടേക്കും അതെ, ഈ 3' പൊസിഷൻ, ഈ ഷുഗറിൻ്റെ 3' പൊസിഷനിലേക്ക് വരും. അടുത്ത ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ 5' പൊസിഷനിൽ ഇവിടുത്തെ പൊസിഷനിലേക്ക് ഇവിടുന്ന് ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ പോളിന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യും. അപ്പോൾ പോളിന്യൂക്ലിയോടൈഡ്സ് എങ്ങനെയാണ് ജോയിൻ ചെയ്യണത്? ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് വഴിയാണ് ഇത് ജോയിൻ ചെയ്യണത്. ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് വഴിയാണ് പോളിന്യൂക്ലിയോടൈഡ്സ് ഫോം ചെയ്യണത്. അതായത് ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഈ എസ്റ്റർ ഗ്രൂപ്പുകളാണല്ലോ, 2 കാർബൺ കണ്ടെയ്നിങ് ഓക്സിജൻ വരുന്നത് എസ്റ്റർ. അപ്പോൾ ഡൈഎസ്റ്റർ ലിങ്കേജ് വഴിയാണ് ഇത് ഫോം ചെയ്യണത്. അപ്പം ഫോസ്ഫോ എസ്റ്റർ ആണ്. നമുക്കറിയാം ആസിഡും അതുപോലെ തന്നെ ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് എസ്റ്റർ. അപ്പോൾ ഇവിടെ ഫോസ്ഫോറിക് ആസിഡും ഇവിടുത്തെ OH ഗ്രൂപ്പും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ് എസ്റ്റർ. അപ്പോൾ ഫോസ്ഫോഡൈഎസ്റ്റർ, ഫോസ്ഫോറിക് ആസിഡും ആൽക്കഹോളും തമ്മിൽ ഉണ്ടാവുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് എന്ന് പറയുന്നത്. ഫോസ്ഫോ എസ്റ്റർ എന്ന് പറയാൻ കാരണം ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് വഴി കണക്ട് ചെയ്തിരിക്കുന്നതാണ് പോളിന്യൂക്ലിയോടൈഡ്സ്. ദീസ് ന്യൂക്ലിക് ആസിഡ്സ് ആർ പോളിന്യൂക്ലിയോടൈഡ്സ് വിച്ച് ആർ കണക്റ്റഡ് ബൈ ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ്. ഈ കാണുന്ന രീതിയിൽ ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് ഫോം ചെയ്തിട്ട് ഏതൊക്കെ പൊസിഷനിലേക്കാണ്? 5' and 3' പൊസിഷൻസ് ഓഫ് ദിസ് ഷുഗർ യൂണിറ്റ്. 5ാമത്തെ അതുപോലെ തന്നെ ഈ 3ാമത്തെ ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ ഒരു OH ഉണ്ട്. അപ്പോൾ അടുത്തടുത്തുള്ള മോളിക്യൂൾസ് തമ്മിൽ ഇവിടുന്ന് അതെ ഒരു എസ്റ്ററുമായിട്ട് ഫോസ്ഫോറിക് ആസിഡുമായിട്ട് ലിങ്ക് ചെയ്യാം,
ഇവിടുന്ന് അതേ ഫോസ്ഫോറിക് ആസിഡുമായിട്ട് ലിങ്ക് ചെയ്യാം. അപ്പോൾ ഈ 2 പൊസിഷൻസ് വഴി അടുത്തടുത്തുള്ള ഫോസ്ഫോറിക് ആസിഡ് മോളിക്യൂൾസുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ആണ് ഒരു പോളി ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുക. അതിൽ തന്നെ നമുക്കറിയാം ന്യൂക്ലിക് ആസിഡിൽ തന്നെ ഈ ഒരു പ്രത്യേക സീക്വൻസ് ഉണ്ട്. ഈ ന്യൂക്ലിയോടൈഡുകൾ മാറുന്നതിനനുസരിച്ചിട്ടുമൊക്കെ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് സ്ട്രക്ചറൽ ഡിഫറൻസ് നമുക്ക് പറയാം. ഇനി അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വരിക, ഈ പോളി ന്യൂക്ലിയോടൈഡ്സ് ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു ന്യൂക്ലിക് ആസിഡിൽ ന്യൂക്ലിയോടൈഡുകളുടെ പോളി ന്യൂക്ലിയോടൈഡ്സ് ആണ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് 2 ലെവലിൽ സ്റ്റഡി ചെയ്യാം. ആദ്യത്തെയാണ് പ്രൈമറി സ്ട്രക്ചർ. നമ്മൾ പ്രോട്ടീനിൻ്റെ കേസിൽ പ്രൈമറി സ്ട്രക്ചർ പറഞ്ഞു അല്ലേ. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ പോളി അമിനോ ആസിഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഈ അമിനോ ആസിഡുകൾ എങ്ങനെയാണ് അതിൻ്റെ സീക്വൻസിനെയാണ് അതിൻ്റെ പ്രൈമറി സ്ട്രക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയോടൈഡ്സിൻ്റെ കേസിൽ നമുക്കറിയാം കുറേ നൈട്രോജനസ് ബേസുകളുണ്ട്. അത് പല ഡിഫറെൻറ്റ് സീക്വൻസ് ആയിട്ടാവും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ആ സീക്വൻസ് ആണ് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ ദ ചെയിൻ ഓഫ് ന്യൂക്ലിക് ആസിഡ് ഡിനോട്ട്സ് ഇറ്റ്സ് പ്രൈമറി സ്ട്രക്ചർ. അപ്പോൾ പ്രൈമറി സ്ട്രക്ചർ തരുന്നത് എന്താണ്? അതിൽ ഒരു പോളി ന്യൂക്ലിയോടൈഡ് ചെയിനിലുള്ള ആ ന്യൂക്ലിയോടൈഡുകളുടെ ആ സീക്വൻസ്, അതിലെ നൈട്രോജനസ് ബേസ് ഒക്കെ ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ സീക്വൻസ് ആണ് പ്രൈമറി സ്ട്രക്ചറിൽ തരുന്നത്. ഇനി അതിൻ്റെ സെക്കൻഡറി സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സെക്കൻഡറി സ്ട്രക്ചർ പ്രൊപ്പോസ് ചെയ്തത് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. അപ്പോൾ നമ്മളിതിനെ പൊതുവെ വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ എന്നാണ് പറയുക. വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ എന്നാണ് DNA-യുടെ സെക്കൻഡറി സ്ട്രക്ചർ നമ്മൾ പറയൽ. അപ്പോൾ ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലാഡർ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെയാണിത്. ഒരു ലാഡർ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് രീതിയിലാണോ സ്ട്രക്ചർ കിട്ടുന്നത് അതാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഷുഗർ യൂണിറ്റ്സ് ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്, ഇതാണ് നൈട്രോജനസ് ബേസ്. ഒരു ന്യൂക്ലിയോടൈഡ് ചെയിനിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അടുത്തുള്ള ന്യൂക്ലിയോടൈഡ് ചെയിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ചെയിനിലുള്ള നൈട്രോജനസ് ബേസ് രണ്ടാമത്തെ ചെയിനിലുള്ള നൈട്രോജനസ് ബേസുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എല്ലാ നൈട്രോജനസ് ബേസും പരസ്പരം കമ്പൈൻ ചെയ്യില്ല. ഏതൊക്കെ തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്യുള്ളൂ? അഡിനീനും തൈമീനും കൂടിയിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുക. അഡിനിൻ്റെയും തൈമിൻ്റെയും ഇടയിൽ ബോണ്ട് എന്ന് പറയുന്നത് 2 ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഗ്വാനിനും സൈറ്റോസിനും തമ്മിലാണ് ഇതേപോലെ ബോണ്ട് ഫോം ചെയ്യണത്. അതിൻ്റെ ഇടയിൽ 3 ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെയും ഇടയിൽ. അപ്പോൾ ആ രീതിയിൽ ഇത് എന്താണ്, ഈ 2 പോളിന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡുകളും ഹൈഡ്രജൻ ബോണ്ട് വഴി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞുള്ള ഈ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിലാണ് DNA മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ന്യൂക്ലിയോടൈഡ് ബേസുകളുടെ സീക്വൻസ് മാറുന്നതിനനുസരിച്ചിട്ട് എന്താണ് അതിൻ്റെ സ്ട്രക്ചറും ഓരോരുത്തരുടെ ഇപ്പം നമുക്ക് കുറേ ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ സീക്വൻസ് ആയിരിക്കും. ഈ ന്യൂക്ലിയോടൈഡുകളുടെ സീക്വൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമുക്കറിയാം നമുക്ക് ഫിംഗർ പ്രിൻ്റ് എല്ലാവരുടെയും യുണീക്കാണ് അല്ലേ, ഓരോരുത്തരുടെയും ഫിംഗർ പ്രിൻ്റ് യുണീക്കാണ്. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയോടൈഡിലുള്ള DNA-യിലുള്ള ന്യൂക്ലിയോടൈഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സീക്വൻസ് നോക്കിയിട്ട് നമുക്ക് എന്താണ് DNA ഫിംഗർ പ്രിൻറ്റിങ് നടത്താൻ പറ്റും. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് എടുക്കുന്ന പോലെ തന്നെ DNA-യുടെ ഫിംഗർ പ്രിൻറ്റിങ് നോക്കാം. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമുക്കറിയാം DNA ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഒരു കേസിന് എന്തെങ്കിലും തുമ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതേപോലെ നമുക്ക് അപ്പോൾ ഒരേ എന്താ പറയുക കുടുംബത്തിലുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ആ സീക്വൻസിൽ സിമിലാരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പാരൻ്റ് ആരാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ DNA-യുടെ സ്ട്രക്ചർ കണ്ടുപിടിച്ചതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് DNA ഫിംഗർ പ്രിൻറ്റിങ് തന്നെയാണ്. DNA-യുടെ സീക്വൻസ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓരോ കേസിന് തുമ്പ് കണ്ടെത്താനും അതുപോലെ തന്നെ എന്താണ് പാരൻസിനെ കുറിച്ചിട്ടുള്ള ആ ഇൻഡിവിജ്വാലിറ്റി വെളിപ്പെടുത്താനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്.